ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ടും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടണില്ലെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സുകളും ട്രിക്കുകളും ഒക്കെ ഫോളോ ചെയ്താൽ മതി. നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് റൈസ് എന്നൊക്കെ പറയണത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി ഒരു 4-5 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ പച്ചരി ഞാനിവിടെ നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ടാപ്പ് വാട്ടറാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മുഴുവനോടെ ഉള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഉഴുന്ന് എടുക്കുകയായിരിക്കും ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നല്ലത്. അപ്പം ഞാനിത് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഉഴുന്ന് കഴുകുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് 2 പ്രാവശ്യം കഴുകിയാൽ മതി. ഒരു പ്രാവശ്യം നമ്മൾ വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെള്ളമൊഴിച്ച് കഴുകി കളയുക. എന്നിട്ട് അതിൽ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളം ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറയണത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാനുള്ള ഒരു ടിപ്പാണിത്. അപ്പം ഞാൻ ഉഴുന്നും പരിപ്പ് കഴുകി അതിൽ നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് കണക്കൊന്നുമില്ല. നമുക്ക് ഈ അരിയും ഉഴുന്നും അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നിൻ്റെ കൂടെ ഉലുവ ഇട്ട് കഴുകുമ്പോൾ അത് ഉലുവ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വേറെ പാത്രത്തിൽ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഉലുവ ഞാൻ ഉഴുന്നും പരിപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറ് എടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത ചോറുണ്ടല്ലോ, ഏത് ചോറ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ വെള്ള അരിയുടെ ചോറ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി നല്ല വെള്ളയായിട്ട് കിട്ടും. ഞാനിവിടെ വെള്ള അവിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് അവിൽ വേണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാവുന്നതാണ്. പക്ഷേ അവലിൻ്റെ കളറ് മാറുമ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ കളറ് ചേഞ്ച് ആവും. വെള്ള അവിൽ കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വല്ലാണ്ട് 2-3 പ്രാവശ്യമൊന്നും കഴുകിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയെടുത്താൽ മതി. ചുവന്ന അവിലൊക്കെ ആവുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കാം. ഇത് നല്ല നൈസായിട്ടുള്ള അവിലാണ്. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകി കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്താനിട്ടാൽ മതി. ഇപ്പം നമ്മൾ ഇഡലിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 7-8 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ അരിയും ഉഴുന്നൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അരി ഒന്നും കൂടി വെള്ളമൊഴിച്ച് കഴുകി അതിലെ വെള്ളം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉഴുന്നിലത്തെ വെള്ളം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ വെള്ളം ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഉഴുന്നിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇഡലി സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള മറ്റൊരു ടിപ്പാണിത്. നമ്മുടെ മിക്സി ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് വരില്ല. അപ്പോൾ മിക്സി ചൂടാവാണ്ടിരിക്കാനായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട്
അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി ചൂടാവാണ്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മാവ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ മിക്സിയുടെ ജാറ്, ഒരു വലിയ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഭാഗം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ വെള്ളം, ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറേ വെള്ളത്തിൽ നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഉഴുന്ന് അരഞ്ഞു വരുമ്പോൾ വരുള്ളൂ. അപ്പോൾ നല്ല ഇഡ്ഡലി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഉഴുന്ന് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്, വല്ലാണ്ട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഉഴുന്ന് അരച്ചത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉഴുന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബാക്കിയുള്ള ഉഴുന്ന് ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുതിർത്തിയിട്ടുള്ള അവല് അതോട് കൂടിയിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിൽ കുതിർത്താനിടുമ്പോൾ അധികം വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുതിർന്ന് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഉഴുന്നിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അവലിൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അവലും ഉഴുന്നും കൂടിയിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് കയ്യിൽ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ എനിക്കതാണ് കൂടുതൽ നന്നായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ഇതൊക്കെ വാരിയിടണത്. നിങ്ങൾക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ കയ്യിൽ ചെയ്യണത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് സ്പൂൺ വെച്ചിട്ട് കോരിയിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് അരി അരച്ചെടുക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി, 2 ബാച്ചായിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരി ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാം ഇഡ്ഡലി മാവ് ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ബാച്ച് അരി അരച്ചെടുക്കാം. അപ്പം ഞാൻ അവസാനത്തെ ബാച്ച് അരിയും അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പഞ്ഞി പോലെ കിട്ടാനായിട്ടുള്ള ലാസ്റ്റത്തെ ഒരു ടിപ്പാണിത്. കൈ വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ഒട്ടും മടി വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈ നന്നായിട്ട് ക്ലീനായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ മാവ് ഇവിടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത്, അതായത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഇതേപോലെ ബബിൾസ് ഇങ്ങനെ പൊന്തി വരണം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബബിൾസ് ഇതേപോലെ പൊന്തി വന്നിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് നമ്മുടെ മാവ് ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ 10 മിനിറ്റ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിപ്പിക്കാനുള്ള മാവാണ് ഞാൻ പുളിപ്പിക്കാറുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും, പുളിക്കാണ്ടുള്ള മാവ് കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. വല്ലാണ്ട് ലൂസാവാനും പാടില്ല, വല്ലാണ്ട് തിക്കാവാനും പാടില്ല. അപ്പോഴാണ് നമ്മുടെ നല്ല ഇഡ്ഡലി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇത് പൊന്തി വരാനായിട്ട് വെക്കാം. ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും ഇത് പൊന്തി വരാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാവ് ഫെർമെൻ്റായി വരാനായിട്ടുള്ള ടൈമിൽ വ്യത്യാസം ഉണ്ടായി
ആയിരിക്കും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായിട്ട് തന്നെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കി കൊടുത്തിട്ട് ഒരു 8 മിനിറ്റ് വരെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സ്ക്യൂയർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. നമുക്ക് ഇഡ്ഡലി തട്ട് പുറത്തേക്ക് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം ഇഡ്ഡലി എടുക്കാം. ഇപ്പം നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന ടിപ്സുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.